കൊടുവള്ളിയിൽ നിന്ന് ആരംഭിച്ച് മാവൂരിൽ അവസാനിക്കുന്ന ഒരു റോഡ് എന്നുള്ള നിലയിലാണ് മാവൂർ NIT കൊടുവള്ളി റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന് പണം അനുവദിച്ചിട്ടുള്ളത്. 15/2/2020 ഭൂമി ഏറ്റെടുക്കുന്നതിന് 7 കോടി രൂപ ഉൾപ്പെടെ 52 കോടി 20 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബിയിൽ നിന്നും ഈ കാര്യത്തിൽ ലഭ്യമായിട്ടുള്ളത്. 1/8/2022 ഭൂമി ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. KCB KWA എസ്റ്റിമേറ്റുകൾ ലഭ്യമാക്കി ഭൂമി മുൻകൂറായി ഏറ്റെടുക്കുന്ന നടപടികൾ എന്നിവ പുരോഗമിച്ചു വരുന്നു. ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാലാണ് നമുക്കിന് ഒറിജിനൽ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കുന്നത്. ഇത് സാധാരണഗതിയിലുള്ള ഒരു പാച്ച് വർക്കോ അല്ലെങ്കിൽ റീടാറിങ്ങോ അല്ല. റോഡ് സമൂലമായി പരിഷ്കരിക്കുകയാണ്. ആവശ്യമായ സ്ഥലങ്ങളിൽ കയറ്റം കുറയ്ക്കുകയും കയറ്റമുള്ള സ്ഥലങ്ങളിൽ അത് കുറയ്ക്കുകയും ചെയ്ത് പോസ്റ്റുകളൊക്കെ മാറ്റി അതിന് മുന്നോടിയായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. പുതിയ ജൽജീവൻ്റെ പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. ഇത് വലിയൊരു ബൃഹത്തായ ഒരു പരിപാടിയാണ്. ഇതൊരു പാച്ച് വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റീടാറിങ്ങോ അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വില കണക്കാക്കി ഭൂമുടമകൾക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. അതിന് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിനൊപ്പം തന്നെ ശുദ്ധജല പൈപ്പുകൾ മാറ്റുന്നതും വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതുമായ നടപടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമരം ഒക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു റീടാറിങ്ങോ പാച്ച് വർക്കോ അല്ല. സമൂലമായിട്ട് വലിയൊരു റോഡ് ഉണ്ടാക്കുകയാണ്. കട്ടാങ്ങൽ മാവൂർ റോഡൊന്നും അല്ല ഇത് മാവൂരിൽ നിന്ന് പുതിയ 2 പാലം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡിൻ്റെ പണി തീരുമ്പം നമുക്ക് നേരെ വയനാട്ടിലേക്കുള്ള ദേശീയപാതയിൽ ഇത് എത്തിച്ചേരാനുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും റോഡ് റിപ്പയർ ചെയ്യുക, റോഡ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സമരമൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും വരുമ്പോൾ സമരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. വസ്തുതകൾ ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കിട്ടിയില്ല. 85% ആളുകളും ഇതിന് സമ്മതം തന്നിട്ടുണ്ട്. എങ്കിലും അവർക്ക് ഭൂമി എത്ര പോകും എന്നുള്ളത് കണക്കാക്കണമല്ലോ, മുൻകൂർ തന്നാലും. അപ്പം അതിൻ്റെ പ്രക്രിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തുനിന്നും എല്ലാം കിട്ടിയില്ല. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറച്ചുകൂടി കിട്ടാണ്ട്, കാരണം അവിടെ ഒരു സിറ്റി ഏരിയയാണ്. അപ്പോൾ എങ്ങനെയും നമുക്കിപ്പോൾ അത് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചപ്പം അത് വളരെ വിടുത്ത് കൂടിപ്പോയി എന്നിവിടുന്ന് ഒരു പരാതി ഉണ്ടായി ജനങ്ങളുടെ ഇടയിൽ നിന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രണ്ടാമത് ടെൻഡർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ അതിർത്തി കല്ലുകൾക്ക് രണ്ടാമത് ടെൻഡർ ചെയ്തു. അത് കൊണ്ടുവന്ന് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു 15% ആളുകൾ കൂടി മുൻകൂർ ഒപ്പിട്ട് തന്നാൽ, പണം കൊടുക്കും, ഒപ്പിട്ട് തന്നാൽ നമുക്ക് പ്രവൃത്തികളെ മുന്നോട്ട് പോകാം. പക്ഷേ അതിനും വരെ നമ്മൾ കാത്തിരിക്കുന്നില്ല. നമ്മൾ പൈപ്പ് ലൈനും മാറ്റുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ വൈദ്യുതി ലൈനും മാറ്റുന്ന പ്രവൃത്തിയൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സമഗ്രമായ വികസന പദ്ധതിയാണ്. ഇത് പെട്ടെന്ന് റീടാർ ചെയ്തോ അല്ലെങ്കിൽ പേച്ചടച്ച് പോകാൻ പറ്റുന്നൊരു പദ്ധതിയല്ല. പിന്നെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. Golden Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.